അച്ചാറ് ഭരണിക്കുള്ളിൽ വീണോ ഇവൾ? കാണാനില്ലല്ലോ പണ്ടാറ. നമ്മൾ ആനന്ദപ്പയ്യ നിർത്തൻ ഇവിടെ ജീവനോടിരിക്കുന്ന കാര്യം വിചാരം വേണം. ആ വിചാരം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എടീ, നീ ഇന്നെങ്കിലും ഇവിടെ വന്ന് കിടക്കൂ പണ്ടാറം. അയ്യോ വേണ്ട, നമ്മളെ അച്ചാറ് മണക്കും. അന്ന് നമ്മളൊരു തമാശ പറഞ്ഞതല്ലേ നിന്നെ അത്തറാണ് മണക്കുന്നത്. പിണക്കം തീർന്നല്ലോ. ഇന്ന് നമ്മൾ ഇവിടെ കിടക്കും. വയസ്സായി നിങ്ങൾക്ക് ഒരു വിചാരമില്ല. നിമ്മൾക്ക് പ്രായം അത്രയൊന്നും ആയിട്ടില്ല. പഴകും തോറുമാണ് അച്ചാറിന് രുചി. മനസ്സിലായോ കോമള? പിന്നെ നിങ്ങളുടെ ഈ അർത്ഥം വെച്ചുള്ള നോട്ടവും സംസാരവും ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി ഇരുന്നാ മതി. രാവിലെ ഞാൻ ചന്തയിൽ ചെന്നില്ലെങ്കിലേ കടക്കാരൻ ചീഞ്ഞതെല്ലാം കൂടി പെരുക്കി ഓടയിൽ കളയും. പിന്നെ ഞാൻ ഓടേന്ന് പെരുക്കി എടുക്കേണ്ടി വരും. തിരുമൽ ദേവാ, ഇങ്ങനെ ചന്തയിൽ പോണെങ്കിൽ നമ്മളെയും ചീഞ്ഞ് ചീഞ്ഞ് ഓടേ കളയേണ്ടി വരും. അതിന് ഇത്രയും വല്ല ഓട എവിടെ ഇരിക്കുന്നു? വായടക്ക് സംഗീതേ. എന്റെ പൊന്നല്ലു, നിനക്കൊന്ന് കുളിച്ച് സുഖമായിട്ട് നല്ല വസ്ത്രം എടുത്ത് ഇവിടെ കിടന്നുറങ്ങിക്കൂടെ? ഞാൻ രാവിലെ കുളിച്ചതാ. എപ്പോഴും എപ്പോഴും കുളിക്കാൻ സോപ്പിന് എന്താ വില? നമ്മൾക്കൊരു കാര്യം കേൾക്കണം. എന്താ? അയ്യോ ഞാൻ പറയുന്നില്ലേ. ഞാൻ പറഞ്ഞ നമ്മൾ അത് പോയി ആനന്ദനോട് പറഞ്ഞ് പിന്നെ അത് വഴക്കായി. അയ്യോ നീ കൈ തന്നെ. തിരുമൽ ദേവനാണ് സത്യം. നമ്മുടെ കോമളമല്ലേ 6 ദിവസമായി കുളിച്ചിട്ട്. 4 ദിവസവും കുളിക്കും. എന്റെ തിരുമൽ ദേവാ, എടീ പപ്പടേ, ഭാര്യ പറഞ്ഞ കുടുംബത്തിലെ നിലവിളക്ക. ഐശ്വര്യായിട്ട് ഉടുത്തൊരുങ്ങി നിന്നാലേ പെണ്ണ് പെണ്ണാവൂ. അല്ലാതെ ചാണകവും പൂശി മുളകോടും പൂശിട്ടല്ല കിടക്കയിൽ വന്ന് കിടക്കണത്. മനസ്സിലായ? പാവം ആനന്ദൻ, അവന്റെ ഒരു ജീവിതം പോയി. എന്റെ അപ്പൊ എന്റെയോ? ആരാ ആരാ? ഞാനാ. ആരാണെന്നാ ചോദിച്ചേ? ഞാനെന്നല്ലേ പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞ ഗുണ്ട്. ഓ എന്റെ ദൈവമേ. അച്ഛൻ പേടിച്ചു അല്ലേ? നീയോ? എടാ, നിന്റെ കാല് ഭൂമി തൊട്ടപ്പം മുതൽ ഞാൻ പേടിച്ചാടാ ജീവിക്കുന്നത്. അച്ഛൻ എന്നെ കുറിച്ച് നല്ല മതിപ്പല്ലേ? എന്തിനാടാ വിക്രമ നീ എന്നെ ആക്രമിക്കാൻ വന്നത്? ആക്രമിക്കാൻ വന്നതല്ല അച്ഛാ, വിശ്രമിക്കാൻ വന്നതാ. എടാ, ബോംബെയിലെ ജുഹു ബീച്ചിൽ അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ. പിന്നെ നിന്നെ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ബോംബെയിലെ കാറ്റിനിപ്പോ രക്തത്തിന്റെ രൂക്ഷ ഗന്ധമാണ്. ഒന്നല്ല 3 തലകളാ ഒരുമിച്ച് വെട്ടിയത്. എന്നാ അതെ, ഇതുകൂടി അങ്ങ് വെട്ടിയെടുത്തിട്ട് മക്കളെ പോയി വിശ്രമിച്ചു. അയ്യേ, കക്കൂസ് കുത്തി പൊളിച്ച് കള്ളനാവുന്നതല്ല ഈ ത്രിവിക്രമൻ. വെട്ടുന്നുണ്ടെങ്കിൽ വിലയുള്ള തലകളെ വെട്ടു. എന്നാ നിനക്ക് അത്ര ചുണയുണ്ടെങ്കിൽ ആ 2 പൈമാരുടെ തല വെട്ടിയിട്ട് വാ. ചേച്ചേ, നാണക്കേട്. ബോംബെ അധോലോക നായകനായ ത്രിവിക്രമൻജിയുടെ പിതാവായ താങ്കൾക്ക് 2 ഊശാൻ തല ഒതുക്കാൻ കഴിയുന്നില്ല എന്നത് ലജ്ജാകരം തന്നെ. പുളുത്തും. 59-ലെ വെള്ളപ്പൊക്കത്തിൽ ഒളിച്ചുപോയ നിന്റെ അപ്പൂപ്പം വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ ഈ ഞാഞ്ഞൂല് പുറത്ത് നീ ഞാനും. ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഏത് നിമിഷവും എന്നെ തേടി പോലീസ് വരാം. എടാ കാലമാടാ, പോലീസിന്റെ കണ്ണുവിട്ടിച്ച് എങ്ങനെയാടാ നീ ഇവിടെ എത്തിയത്? അതൊരു നീണ്ട കഥയാണ്. എല്ലാം പിന്നാലെ പറയാം. ഏതായാലും ഞാൻ ഉടനെ ഇവിടം വിട്ട് പോകാൻ പോകുന്നില്ലല്ലോ. ചോദിച്ചോ? തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി വേണേ ഞാൻ തരാം. അച്ഛൻ അറിയോ, ബോംബെ അണ്ടർവേൾഡിൽ നിന്നും ജീവൻ പണയം വെച്ചാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അത്രയല്ലേ ഉള്ളൂ? എന്റെ അണ്ടർവെയർ പോലും ആ പൈമാർക്ക് പണയം വെച്ചിട്ടാടാ ഞാനിവിടെ ജീവിക്കുന്നത്. എന്റെ ഗണപതി ഭഗവാനെ, ഇക്കണ്ട കാലം എത്രയും ഞാൻ തേങ്ങ ഉടച്ചത് വൃഥാവിലായല്ലോ. വരാനുള്ളത് വഴി തെങ്ങയിലാന്ന് പറയുന്നത് നിൽക്കുന്നു.